കാണക്കാരി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയും കടുത്തുരുത്തി എംഎൽഎയുമായ അഡ്വക്കേറ്റ് മോൻസ് ജോസഫിന് ഊഷ്മളമായ സ്വീകരണം നൽകി. കടുത്തുരുത്തിയുടെയും കാണക്കാരിയുടെയും വികസനത്തിനായി രാഷ്ട്രീയത്തിനപ്പുറമുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് സ്വീകരണത്തിന് മറുപടി നൽകിക്കൊണ്ട് മന്ത്രി പറഞ്ഞു. പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി മോൻസ് ജോസഫ് കൂട്ടിച്ചേർത്തു. കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന മന്ത്രിസഭ അധികാരത്തിൽ വരാൻ അവസരമുണ്ടാക്കിയത് ജനങ്ങളോട് നന്ദി പറയുന്നു. ആ മന്ത്രിസഭയിൽ അംഗമായി വരുവാൻ അവസരം നൽകിയതുകൊണ്ടാണ് അങ്ങനെ അവസരം ഉണ്ടായത്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ വീണ്ടും MLA ആയി ജയിച്ചു വരാൻ നിങ്ങളൊക്കെ അനുവദിച്ചുകൊണ്ടാണ്. അപ്പൊ എൻ്റെ ഏറ്റവും വലിയ കടപ്പാട് നിങ്ങൾ ഓരോരുത്തരോടുമാണ്. ഇവിടെ കാണക്കാരി പഞ്ചായത്തിൽ നിന്നും ഏറ്റവും തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ നിങ്ങൾ അനുഗ്രഹിച്ചു. കാണക്കാരി പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നിങ്ങൾ ഇവിടെ സമ്മേളിച്ചിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും, ഈ പ്രിയങ്കരായ ജനനേതാക്കൾക്കും ഞാൻ പ്രത്യേകം ആദ്യം തന്നെ നന്ദി പറയട്ടെ. നിങ്ങളോട് നന്ദി പറയുമ്പോൾ ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നമ്മുടെ ജില്ലയിലെ പ്രമുഖ നേതാക്കന്മാരുടെ എല്ലാ അഭിപ്രായങ്ങളെയും മാനിക്കും. ചടങ്ങിനോടനുബന്ധിച്ച് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച പ്രദേശത്തെ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു. യോഗത്തിൽ കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കലിഞ്ഞാലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിൻസി ജെയ്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു തൂമ്പങ്കൽ, പഞ്ചായത്ത് മെമ്പർമാർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സ്വീകരണ യോഗത്തിൽ പങ്കുചേർന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആഷാമോൾ ജോബി സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി സോണി സി ഹരിബാൽ നന്ദിയും രേഖപ്പെടുത്തി. i4 ന്യൂസ്, ഏറ്റുമാനൂർ.